പ്രിയമുള്ള പ്രേക്ഷകർ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാളെ 1200 കർക്കിടക മാസം 13-ാം തീയതി, അതായത് 2025 ജൂലൈ മാസം 29-ാം തീയതി ചൊവ്വാഴ്ച, കുജവാരം. നാളെ കുജവാരം. തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:16, അസ്തമയം വൈകിട്ട് 6:46. നാളത്തെ ചൊവ്വാഴ്ചത്തെ രാഹുകാലം ഉച്ചയ്ക്ക് ശേഷം വരുന്ന 3 to 4:30 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾ നാം അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കണം. നാളെ ഉത്രം നക്ഷത്രമാകുന്നു. നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയാണ്, 5-ാം തിഥിയാണ്. വെളുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം നാളെ കഴിഞ്ഞു വരുന്ന ദിവസം ഷഷ്ഠിയാണ്. വെളുത്തപക്ഷത്തിലെ ഷഷ്ഠി സുബ്രഹ്മണ്യനുമായി അഭേദ്യമായി ബന്ധമുണ്ട്. അതിനാൽ നാളെ ചൊവ്വാഴ്ച വെളുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയിൽ നിങ്ങൾക്ക് വെളുത്തപക്ഷത്തിലെ ഷഷ്ഠി തിഥിയിലേക്ക് വേണ്ടുന്ന ഒരുക്കപ്പാടുകളൊക്കെ ചെയ്യാം. നാളെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ പിന്നെ അരിയാഹാരം വർജിച്ച് സുബ്രഹ്മണ്യസ്വാമി പ്രീതികരങ്ങളായ പ്രാർത്ഥനകൾ ചെയ്യണം. ജ്യൂസ് അല്ലെങ്കിൽ അരിയാഹാരം ഒഴിച്ചുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പറ്റും. ഫ്രൂട്ട്സ് കഴിക്കാം, അപ്രകാരം ജ്യൂസസ് കഴിക്കാം. എന്നിട്ട് നിങ്ങൾ ഷഷ്ഠിവ്രതത്തിനായിക്കൊണ്ട് സുബ്രഹ്മണ്യൻ്റെ പ്രാർത്ഥനകളൊക്കെ തയ്യാറെടുക്കുക. അതിനുവേണ്ടി തയ്യാറെടുക്കണം. കാരണം സുബ്രഹ്മണ്യ പ്രീതി സന്താനങ്ങൾക്ക് അങ്ങേയറ്റം ശ്രേയസ്കരമാണ്. അവരുടെ വിവാഹമായാലും പഠന വിഷയമായാലും പുതിയ ദമ്പതികൾക്ക് നല്ല ലക്ഷണമൊത്ത സന്താനങ്ങൾ ഉണ്ടാകുവാനും സുബ്രഹ്മണ്യ പ്രീതി വളരെ നല്ലതാണ്. ഓം വജദ്ഭുവേ നമഃ എന്ന പ്രാർത്ഥനയാണ് സുബ്രഹ്മണ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന. നാളെ ഉത്രം നക്ഷത്രം നല്ലൊരു നക്ഷത്രമാണ്. പക്ഷേ വാങ്ങാനും കൊടുക്കാനും പറ്റാത്ത നക്ഷത്രമാകുന്നു. കൃത്രിക, ഭാഗ്യ, മൂലാശ്ച, മക, ചിത്രാച്ച, രേവതി. കാർത്തിക ഭാഗ്യം എന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി. ഈ 6 നക്ഷത്രങ്ങൾ നാം വാങ്ങാനും കൊടുക്കാനും ഉപയോഗിക്കാത്ത നക്ഷത്രമാകുന്നു. നാളെ സാമ്പത്തിക വിഷയത്തിൽ സ്വതവേ ചൊവ്വാഴ്ചയാണ്. വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങളും മറ്റ് വിശേഷപ്പെട്ട യാത്രകളൊന്നും തന്നെ ചൊവ്വാഴ്ചയായ ഉത്ര നക്ഷത്രമായ നാളത്തെ ദിനം നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അനുഷ്ഠിക്കേണ്ട ആവശ്യമില്ല. നാളെ ഉത്ര നക്ഷത്രമാണ്. കാർത്തിക, ഉത്രം, ഉത്രാടം. ഈ നക്ഷത്രാധിപനായ ഗ്രഹം സൂര്യനാകുന്നു. അതിനാൽ ആദിത്യ ഹൃദയമന്ത്രം, കൂവളമാല, ജലധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ശിവക്ഷേത്രത്തിൽ ചെയ്യുക എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ. അപ്രകാരം ആദിത്യ ഭഗവാന്റെ അനുഗ്രഹ ചികിത്സകൾ വാങ്ങി ആദിത്യ ഹൃദയമന്ത്രം ജപിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.